ഈ ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു ദമ്പതികളുണ്ട്, പ്രശാന്ത്, സുനിത എന്നിവരാണ്. അതിൽ പ്രശാന്ത് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, താങ്കൾക്ക് ഇത് ഓർത്തെടുക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു ഭീതിജനകമായ അന്തരീക്ഷമായിരിക്കുമെന്ന് അറിയാം. എന്നാലും എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത്? ഞങ്ങള് പിന്നെ മുണ്ടക്കൈന്ന് വരുന്ന ഒരു പുഴയും പിന്നെ അതല്ലാണ്ട് പിന്നെ പടവെട്ടിക്കുന്നിന്റെ ആ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പുഴയും രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ അടുത്തായിട്ടാണ് ഞങ്ങളുടെ വീട്. അപ്പൊ ഈ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിനേക്കാൾ കുറച്ചും കൂടി മേലോട്ട് ഉയർന്ന സ്ഥലത്തുള്ള അവിടെയാണ് വീട്. അപ്പൊ ഞങ്ങൾ റോഡിന്റെ മേലെയാണ് ഞങ്ങളുള്ളത്. താഴെ കുറെ വീടുകളുണ്ട്. അപ്പൊ ഒരു 1:30 മണിയായതോടുകൂടി ദൂരെ താഴെയുള്ള വീട്ടിലുള്ളവർ ഇത്തിരി മാറിയിട്ടുണ്ടായിരുന്നു. അവര് ഇന്നലത്തെ മഴ കാരണം കൊണ്ട് അവര് പിന്നെ മകളെ കല്യാണം കഴിച്ച വീട്ടിലാക്കി അങ്ങോട്ട്. അപ്പൊ അവിടുന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 1:30 മണിയായപ്പോ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, താഴെയുള്ളവരൊക്കെ വിളിക്കുന്നുണ്ട് എന്താന്ന്. അപ്പൊ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പൊ താഴേക്ക് പിന്നെ നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും ആ ഭാഗത്തു നിന്നുള്ള വലിയ മരങ്ങളും എല്ലാം കൂടി നമ്മളെ വീടിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ അടിച്ച് അലസിങ്ങൾ വരികയായിരുന്നു. അതെല്ലാം കൂടി വന്ന് വീടിന്റെ മുന്നിലേക്ക് അങ്ങനെ അപ്പൊ താഴെയുള്ള വീടുകൾ എല്ലാം പോയിക്കുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ വീടിന്റെ മേലോട്ട് വേറെയുള്ള കുന്നിന്റെ ഭാഗത്തേക്ക് കയറിയിട്ട് ആ ഭാഗത്തുള്ള ഒരു വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാം കൂടി പോയി. അപ്പൊ ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ വീട് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി നോക്കുമ്പോ അത് ഇത്തിരി കുറച്ചും കൂടി താഴെ ഇറങ്ങിയിട്ടാ. അപ്പൊ അങ്ങോട്ട് പോകാനായിരുന്നു അവർ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരാന്ന് പറഞ്ഞതാ. അപ്പൊ അവരെല്ലാരും കൂടി മണ്ണിൽ പൊന്തിർന്നുകൊണ്ട് മേലോട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ നോക്കുമ്പോ സുരേഷും പ്രീതി അവരെ കുട്ടി മൂത്ത മകള് അനുശ്രീ. അപ്പൊ അവളിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവര് നിലവിളിച്ചുകൊണ്ട് അവർ കയറി വന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെയൊന്നും ഒരു കാണാൻ പറ്റിയ അവസ്ഥയല്ല. ഒപ്പമല്ലാത്ത ലൈറ്റും ഇല്ല. അങ്ങനത്തെ ഒരു ഇത്. അത് കഴിഞ്ഞ് മേലുള്ള ഒരു മഹേഷ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി. അവിടെ ഒരുവിധം രക്ഷപ്പെട്ടവരൊക്കെ അങ്ങോട്ട് കയറി അവിടെ ആയിരുന്നു. അപ്പൊ താഴെ ഉണ്ടായിരുന്ന കേൾക്കാം. ഈ അനുശ്രീയെ കണ്ടെത്തിയോ? അനുശ്രീനെ കണ്ടെത്തിയിട്ടില്ല. അവരിപ്പോഴും അവിടെ ഇങ്ങനെ. അപ്പൊ ഞങ്ങൾക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വന്നു. അല്ല, ഞങ്ങളങ്ങനെ താഴെ ഞങ്ങളുടെ വീടിന്റെ താഴെ ഭാഗത്തായിട്ട് ഇത് അനുശ്രീനെ നോക്കാൻ പോയ സമയത്ത് അവിടെ ഒരു ജീപ്പിന്റെ അടിയിൽ ഒരാൾ പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അയാളെ പൊക്കാൻ വേണ്ടിയിട്ട് കുറച്ചുപേര് കൂടിയിട്ട് ശ്രമിച്ചു. പക്ഷെ ജീപ്പിന്റെ മേലെ കുറെ മരങ്ങളും പിന്നെ അതൊക്കെ വന്ന് കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പൊക്കാൻ പറ്റുന്നില്ല. അതിന് വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഇടയിൽ അടുത്ത് പൊട്ടൽ വന്ന് എല്ലാം ഭയങ്കര ശബ്ദത്തോടു കൂടി ഞങ്ങളും കൂടി അതിന്റെ അടിയിൽ പെടുമെന്ന് ഉറപ്പായി ഞങ്ങളെല്ലാം കൂടി മേലോട്ട് അയാൾ ഇട്ടിട്ട് ഓടേണ്ടി വന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി മേലെ കയറിയപ്പോഴത്തേക്ക് ഈ വീട്ടിലെ ആൾക്കാരെല്ലാരും കൂടി പുറത്തേക്ക് ഓടി. അങ്ങനെ ഓടി അവരെല്ലാം കൂടി പുറത്തേക്ക് വന്നു. പിന്നെ അതിന്റെ ആ കുന്നിന്റെ ഞങ്ങൾ പിന്നെ പല ഭാഗത്തു കൂടെ ഇറങ്ങി ഇപ്പൊ അടുത്ത താഴത്തെ കുന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ കുറച്ചും കൂടി ഉയരമുള്ള ഭാഗത്തേക്ക് മാറി. അങ്ങനെ പലരും പല ഭാഗത്തായി. ഞങ്ങൾ പിന്നെ രാവിലെ നേരം വെളുക്കുന്നത് വരെ പിന്നെ ഒരു കാട്ടിനുള്ളിൽ ഇവിടെ നിൽക്കുകയായിരുന്നു. പിന്നെ ഞാനും ഭാര്യയും 2 കുട്ടികളും പിന്നെ ഈ പ്രീതിയും സുരേഷും. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടി ഒരു കുത്തനുള്ള ആ ഇറക്കത്തിൽ വന്ന് ഇപ്പുറത്ത് വന്ന് താഴെയുള്ള വീടുകളിൽ വന്ന് നോക്കുമ്പോൾ അവിടെയൊന്നും വീട്ടിൽ ആരും ഇല്ല. അവരൊക്കെ ഈ ഇതിൽ ഓരോ വണ്ടികളിലായിട്ട് പോയായിരുന്നു. അങ്ങനെ പിന്നീട് വണ്ടികൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു കുട്ടീനെ ഞങ്ങൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വേറെ താഴെയുള്ള ഒരു പിന്നെ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ആളുടെ മകൻ ഷാജിന്റെ കുട്ടിയായിരുന്നു. അപ്പം ആ കുട്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ താഴെ വന്നതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ ഒരു ദുരിതാശ്വാസ ചുരൽമലുള്ള പള്ളീന്റെ അവിടെ ഒരുവിധ എല്ലാ ആൾക്കാരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് പോലീസുകാർ ഞങ്ങളെ ആശുപത്രിയിലേക്ക്. അപ്പൊ ഈ കുട്ടീന്റെ അമ്മ പിന്നെ ഫാസില, അവള് പിന്നെ വിംസ് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് വിവരം കിട്ടി. അങ്ങനെ അങ്ങോട്ട് ഞങ്ങളെ പറഞ്ഞു കിടത്തിയായിരുന്നു. അവിടെ ചെന്നപ്പോ അവിടെ ഇവരുടെ ഒരു ഏട്ടന്റെ മകനങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടിക്ക് അവിടെ ചികിത്സ കൊടുത്തിട്ട് അവിടെ നിർത്തി. അതിനുശേഷം ഞങ്ങളെ ഏട്ടന്റെ വീട് പാലവയലില്ല, അങ്ങോട്ടേക്ക് ഒരു ഓട്ടോ വിളിച്ച് വരിക ചെയ്തു. ഞങ്ങളങ്ങനെ നന്ദി പുലർന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഒറ്റപ്പെട്ടു. എന്തായാലും ഒരു ഭീകരമായ ഒരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് പ്രശാന്ത് ഉള്ളത്. പ്രശാന്ത്, ഇപ്പോൾ ഈ താങ്കളുടെ ബന്ധുക്കളും അല്ലെങ്കിൽ സുഹൃത്തുക്കളും ഒക്കെ ആയുള്ള ആളുകൾ അവരെ വിളിക്കുന്നുണ്ടോ? എന്താണ് ആ പ്രദേശത്തിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അവിടെ അതിനിടയ്ക്ക് ഞാൻ പിന്നെ ഈ രണ്ടാമത് ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയ ആ ഒരു സമയത്ത് എന്റെ ഫോണ് ഞങ്ങളെല്ലാരും കൂടി പോയ മഹേഷിന്റെ ഒരു വീട്ടിലായി പോയി. പിന്നീട് എനിക്ക് ബാക്കി എല്ലാവരും അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് പിന്നെ ആ ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല.
അപ്പൊ അതുകൊണ്ട് ബാക്കി കോണ്ടാക്ട്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കേരള ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, ചൂരൽമല ബ്രാഞ്ചിൽ. അപ്പോൾ അവിടെ ഇന്നിപ്പോ ഞങ്ങളുടെ സൂപ്രണ്ട് അങ്ങനെ തുടങ്ങിയവരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഒന്നും കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവരിപ്പോ വിളിച്ചായിരുന്നു, ഇപ്പൊ വേറെ ഇവിടുത്തെ നമ്പർ എങ്ങനെ സംഘടിപ്പിച്ചിട്ട് അപ്പോൾ സേഫ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ കൂടുതൽ നാശമുണ്ടായത് ഈ ചൂരൽമല ഭാഗത്ത് കൂടുതൽ നാശമുണ്ടായിട്ടുണ്ട്. ചൂരൽമല ടൗണിന്റെ ഒക്കെ ഒരു അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് അവർ? അതായത് ഈ മുണ്ടക്കായിന്ന് വരുന്ന ഈ ആ മല നേരെ വന്നിട്ട് ഇവിടുന്ന് പോകുന്ന ആ പുഴയും കൂടി ഇന്ത്യൻ ക്രോസ് ചെയ്ത് അടുത്ത കുന്നിലേക്ക് കയറി വരികയാണ് ചെയ്തത്. അപ്പൊ ആ അതിനോടനുബന്ധിച്ച് താഴോട്ട് ഭാഗത്തേക്ക് ഉണ്ടായിരുന്ന വീടുകളെല്ലാം കവർ ചെയ്തുകൊണ്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ സ്കൂളിന്റെ അവിടെ സ്കൂളൊക്കെ പുഴയെന്ന് പറയാൻ ഉയരത്തില്ല. പക്ഷെ അവിടെയൊക്കെ ഇപ്പൊ മണ്ണ് നിരന്ന് സ്കൂളിന്റെ ബിൽഡിങ്ങുകളൊക്കെ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ചുരമല ടൗണിനോടനുബന്ധിച്ചുണ്ടായിരുന്ന പാലം, വലിയ പാലം, അട്ടമലയ്ക്കും മുണ്ടക്കായ്ക്കും പോയി കണക്ട് ചെയ്യുന്ന പാലാണ്. ആ പാലം പോയി. പിന്നെ അതിന്റെ തൊട്ട് താഴെയാണ് ശിവക്ഷേത്രം. ആ ക്ഷേത്രവും പോയി. അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അങ്ങോട്ടൊന്നും പോകാൻ പിന്നെ ഞങ്ങൾക്ക് സമ്മതിച്ചിട്ടില്ല. ഇവിടുന്ന് അതിന്റെ ഇപ്പുറത്തുനിന്ന് തന്നെ വരിക ചെയ്തത്. എന്തായാലും സുരക്ഷിതനായിരിക്കുക പ്രശാന്ത്. ആ ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടയാളാണ്. പ്രശാന്താണ് ആ വിവരങ്ങൾ പങ്കുവച്ചത്. റിയാസ് തുടരുന്നുണ്ട്.